everyone, welcome to RK Classes. I am Aditya, your English buddy. So, ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിന് പുതിയതായിട്ട് ഒരു ഡിസ്കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാപ്ഷൻ റൈറ്റിംഗ് എന്നുള്ളത്. എക്സാംസിന് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഒരു ക്യാപ്ഷൻ എഴുതുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് നമ്മൾ എന്ത് ക്യാപ്ഷൻ കൊടുക്കും? അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്ത് ക്യാപ്ഷൻ കൊടുക്കും. ഇനി സജഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ChatGPT-നോടൊക്കെ ചോദിക്കും, ഈ ഫോട്ടോയ്ക്ക് പറ്റിയ ക്യാപ്ഷൻ എന്താണ്, എന്ത് ക്യാപ്ഷൻ കൊടുക്കാതൊക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ക്യാപ്ഷൻ കൊടുക്കാന്നാണ് തോന്നുന്നത്? എന്ത് ക്യാപ്ഷൻ കൊടുക്കും? അപ്പോൾ അതാ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കൂല്ലേ, തിങ്കിങ്, ഡ്രീമിങ് ആൻഡ് ഫിഗറിങ് ഇറ്റ് ഓൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളോട് ക്യാപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറയും. പണ്ട് മലയാളം 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, അടിക്കുറിപ്പ് എഴുതാന്ന് പറയും. ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ക്യാപ്ഷൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ ക്യാപ്ഷൻ ഈസ് എ ഷോർട്ട് പീസ് ഓഫ് ടെക്സ്റ്റ് അണ്ടർ അലോങ്സൈഡ് എ പിക്ചർ ഇൻ എ സോഷ്യൽ മീഡിയ പോസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ താഴെ കൊടുക്കുന്ന ഒരു ചെറിയ കുറച്ച് ലൈൻസിലോ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സിലോ ഒക്കെ കൊടുക്കുന്ന കാര്യമാണ് എന്ത്, ഈ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അത് സോഷ്യൽ മീഡിയ പോസ്റ്റിലായിക്കോട്ടെ, മാഗസീനിൽ ഫോട്ടോന്റെ അടിയിലായിക്കോട്ടെ, ബുക്കിലായിക്കോട്ടെ, ന്യൂസ് പേപ്പറിലായിക്കോട്ടെ, ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഓർ എക്സ്പ്ലെയിനിങ് ദ ആക്ഷൻ ഡെപിക്റ്റഡ് ഇൻ ഇറ്റ്. ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ക്യാപ്ഷൻ ഉണ്ടാവുക. ക്യാപ്ഷൻസ് പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ദ വിഷ്വൽ. ആ ഒരു വിഷ്വലിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അതിനെ ആ ആൾക്കാരിലേക്ക് അതിന്റെ ഐഡിയ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പൊ ഇതുപോലെ എന്തൊക്കെയാണ് ഒരു ക്യാപ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു പിക്ചർ തന്നു, അതിനൊരു ക്യാപ്ഷൻ എഴുതാൻ ഒരു 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചേഴ്സ് നോക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ് ആയിരിക്കണം. ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പാരഗ്രാഫ് പോലെ നമുക്ക് എഴുതാൻ പറ്റില്ല. 2 or 3 സെന്റൻസ് അല്ലെങ്കിൽ 1 or 2 സെന്റൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റണം. ആൻഡ് ടു ദ പോയിന്റ് ആയിരിക്കണം. എന്താണോ ആ ഒരു പിക്ചറിൽ നിങ്ങൾ കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെ കോണ്ടെക്സ്റ്റ് എന്താണോ, തീം എന്താണോ, ആ കാര്യങ്ങൾ ഡയറക്ട്ലി കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത്, അതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് റെലവന്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ക്യാപ്ഷൻ തന്നെ പല ടൈപ്സ് ക്യാപ്ഷൻ ഉണ്ട്. നമ്മൾ നോക്കും, ഇമേജ് ക്യാപ്ഷൻസ് ഉണ്ട്, വീഡിയോ റിലേറ്റഡ് ഉണ്ട്, ടേബിൾസ്, ഗ്രാഫ്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രാഫിന്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റെലവന്റ് ആയിട്ടുള്ള ആ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ ക്യാപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും ടേബിൾ ഒക്കെയാണ്, ഇപ്പൊ എന്തെങ്കിലും കമ്പയർ ചെയ്യുന്ന ടേബിൾ ഒക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ടേബിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൺവേ ചെയ്യുന്ന ക്യാപ്ഷൻസ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. അപ്പൊ ഇത് ക്യാപ്ഷൻസിന്റെ ടൈപ്പ് അനുസരിച്ച് മാറും. അപ്പോൾ റെലവന്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെ കോണ്ടെക്സ്റ്റ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എൻഗേജിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിന്റെ ഹെഡിങ് നോക്കിയിട്ടാണ് നിങ്ങൾ അത് വായിക്കണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക, അല്ലെ? ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ തന്നെ ആയിക്കോട്ടെ, ഓരോ വാർത്തകൾക്കും വരുന്ന തലക്കെട്ടുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നില്ല, വളരെ ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള ടൈറ്റിൽസ് ആവുമ്പോഴാണ് നമ്മൾ ആ ഒരു വാർത്തയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഇതുപോലെ തന്നെ ക്യാപ്ഷൻ എന്തായിരിക്കണം, വളരെ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിംഗും ആയിരിക്കണം, അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒന്നായിരിക്കണം. അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാക്സിമം കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം, ആ ഒരു റെലവന്റ് ഇൻഫർമേഷൻ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഈ ഒരു പിക്ചർ ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല, അത് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ക്യാപ്ഷൻ ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ക്യാപ്ഷൻസ്. ഇമേജ് ക്യാപ്ഷൻസ് ഉണ്ട്, ഫിഗർ ക്യാപ്ഷൻസ് ഉണ്ട്, ടേബിൾ ക്യാപ്ഷൻസ് ഉണ്ട്, വീഡിയോ ക്യാപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇമേജ് ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ്, ഇല്ലുസ്ട്രേഷൻസ്, എന്തെങ്കിലും പെയിന്റിങ്സ്, ഇത് എന്തെങ്കിലും തന്നിട്ട് നിങ്ങളോട് അതിന് ക്യാപ്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമേജ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. ഫിഗർ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചാർട്ടിന്, അതുപോലെ ഗ്രാഫ്സ്, എന്തെങ്കിലും വിഷ്വൽ ഡാറ്റ, അപ്പോൾ ഒരു പൈ ഡയഗ്രം ഒക്കെ തന്നു, അല്ലെങ്കിൽ
ഒരു ബാർ ഡയഗ്രം തന്നു, എന്നിട്ട് അതിന്റെ ഒരു അത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പൈ ഡയഗ്രം നോക്കിയിട്ട് നിങ്ങളോടൊരു ക്യാപ്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിഗർ ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ടേബിൾ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് എന്തിനെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾ ഉണ്ട്, എന്തെങ്കിലും കമ്പയർ ചെയ്യുന്ന ടേബിൾ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ടേബിൾ അല്ലെങ്കിൽ ലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്യാപ്ഷൻ വേണം നമ്മൾ എഴുതാൻ. വീഡിയോ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് ലിസണിങ് ആക്ടിവിറ്റി എക്സാമിന് ഇല്ല. വീഡിയോ ക്യാപ്ഷൻസ് പറഞ്ഞാൽ ഒരു വീഡിയോ കോണ്ടന്റ് ഉണ്ട്, ഇപ്പൊ നമ്മൾ റീലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ക്യാപ്ഷൻ കൊടുക്കൂലേ, അത് തന്നെയാണ് വീഡിയോക്ക് ക്യാപ്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വീഡിയോ ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 4 ടൈപ്പോളം ക്യാപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഇതൊരു ഫിഗർ ക്യാപ്ഷൻ ആണല്ലോ. അപ്പൊ മന്ത്ലി റെയിൻഫാൾ ജാനുവരി ടു ജൂൺ വരെയുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ക്യാപ്ഷൻ കൊടുക്കാം? ബാർ ഗ്രാഫ് ഷോയിങ് എ സ്റ്റഡി റൈസ് ഇൻ റെയിൻഫാൾ ഫ്രം ദ ഡ്രൈ ഡേയ്സ് ഓഫ് ജാനുവരി ടു ദ പീക്ക് ഷവേഴ്സ് ഓഫ് ജൂൺ. ഇത് നമ്മളൊരു പാരഗ്രാഫ് പോലെ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു 1-2 സെന്റൻസ്, ഇത് 1-2 സെന്റൻസേ ഉള്ളൂ, ഒറ്റ ഫുൾ സ്റ്റോപ്പ് വരുന്ന ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്തു. ഈ ബാർ ഗ്രാഫ് ഷോയിങ് എ സ്റ്റഡി റൈസ് ഇൻ റെയിൻഫാൾ ഫ്രം ദ ഡ്രൈ ഡേയ്സ് ഓഫ് ജാനുവരി ടു ദ പീക്ക് ഷവേഴ്സ് ഓഫ് ജൂൺ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ജാനുവരിയിൽ 40% ഉള്ളൂ, റെയിൻഫാളിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ഡ്രൈ ആയിരുന്നു, പിന്നെ നല്ല ഷവേഴ്സ് കിട്ടി. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ ക്യാപ്ഷനിൽ ഒറ്റ സെന്റൻസിൽ നമ്മൾ കൺവേ ചെയ്തു എന്തിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഡയഗ്രാം എന്നുള്ളത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ക്യാപ്ഷൻ എഴുതേണ്ടത് കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ എക്സ്പെൻസസുകളാണ്, മന്ത്ലി എക്സ്പെൻസസ് ഓഫ് ദ ഇയർ, ഓരോ മന്ത്ലി എക്സ്പെൻസസുകളാണ്. അപ്പൊ നമുക്ക് എന്ത് ക്യാപ്ഷൻ കൊടുക്കാം? ഇത്ര വലുതൊന്നും ചോദിക്കൂല കേട്ടോ, വെറുതെ ഒരു നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ് ടേബിൾ. A clear breakdown of monthly expenses in 2024 showing how spending rises and falls through the year. ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഇമേജ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒരു ക്യാപ്ഷൻ പോലെ കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഇമേജിന് നമുക്ക് എന്ത് ക്യാപ്ഷൻ കൊടുക്കാം? നമ്മൾ ചിന്തിക്കണം. അവിടെ ഒരു പപ്പിക്കുട്ടിയാണല്ലോ, ആ പപ്പിക്കുട്ടി എന്ത് ചെയ്യാണ്, ഓരോ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പഠിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇവിടെ യൂസ് ചെയ്യാം, ഇമാജിനേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്ഷൻ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ, എ പ്ലേഫുൾ പപ്പി ടേക്സ് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്സ് അപ്പ് ദ സ്റ്റെയർകേസ് അൺസ്റ്റഡി ബട്ട് ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഏത് ക്യാപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഷോർട്ട് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ പ്ലക്കാർഡ്സിലൊക്കെ എഴുതുന്ന പോലെ ഷോർട്ട് ആയിരിക്കണം ക്യാപ്ഷൻസ് എന്നുള്ളത്. അപ്പൊ എ പ്ലേഫുൾ പപ്പി ടേക്സ് ഇറ്റ് ഫസ്റ്റ് സ്റ്റെപ്സ് അപ്പ് ദ സ്റ്റെയർകേസ് അൺസ്റ്റഡി ബട്ട് ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ. ഇനി എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു ഇമേജിന് നിങ്ങൾ എന്ത് ക്യാപ്ഷൻ കൊടുക്കും എന്നുള്ളത് താഴെ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്യാപ്ഷൻ എങ്ങനെയാ എഴുതാന്നുള്ളത് മനസ്സിലായോ എന്നൊന്നും എനിക്ക് അറിയാനാണ്. അപ്പൊ ഈ ഒരു പിക്ചറിന് നിങ്ങൾ എന്ത് ക്യാപ്ഷൻ കൊടുക്കും? അപ്പൊ ക്യാപ്ഷൻ പ്ലീസ്. ഓക്കെ, ഏതെങ്കിലും ഒരു ക്യാപ്ഷൻ ഈ പിക്ചറിന് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ലവ് യു ഓൾ, ബൈ. ഇപ്പൊ ക്യാപ്ഷൻ മറക്കണ്ട.